ഏറ്റവും കൂടുതൽ ഞാൻ പ്രവർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് വടകരപ്പതി ഏറ്റവും ജനങ്ങൾക്ക് കുടിവെള്ളം വരെയില്ലാത്ത ഒരു പഞ്ചായത്തായിരുന്നു. ഒരു പരിധിവരെ കുടിവെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ തീരുന്നുണ്ട്. നമുക്കിനി കൃഷിക്ക് ആവശ്യമായ വെള്ളത്തിന് വേണ്ടിയുള്ള സംവിധാനം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അടിയന്തരമായി നമുക്ക് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്, 1 കോടി. അതുകൊണ്ട് 5 കോടി വരെ സ്ഥലമെടുക്കുന്നതിന് വേണ്ടി പണം ചെലവഴിക്കാൻ കഴിയും. അതോടുകൂടി കനാലിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നതായിരിക്കും. സർ, അതുപോലെ 2 ദിവസം മുമ്പ് പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു സാർ, അതിനെക്കുറിച്ച് എന്തെങ്കിലും എന്താണ്? മൂലത്തറ ഡാമിൻ്റെ കെട്ടിട ബന്ധുവേട്ടയിൽ സാർ ആനിയനും ഉള്ളൊരു അഴിമതിയെക്കുറിച്ചുള്ള ഞാൻ ഏതായാലും ആ ന്യൂസിൻ്റെ പിന്നിൽ ഇപ്പോൾ രാഷ്ട്രീയമാണ്. ഇലക്ഷൻ വരാൻ പോവുക. ഇതിനു മുമ്പ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എനിക്കെതിരെ പരാതി കൊടുത്ത് ആ ഗവൺമെൻറ് തന്നെ ആ കേസ് തള്ളിയതാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിച്ചോട്ടെ. എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനത് പരിപൂർണ്ണമായി നിഷേധിക്കുക മാത്രമല്ല, ഈ കേസിൻ്റെ പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എനിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയുന്നവർക്കെതിരായി ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വക്കീലുമായി ബന്ധപ്പെട്ടിരിക്കുക. MLA-ക്കെതിരെ കേസില്ലെന്നാണോ സാർ പറഞ്ഞു വരുന്നത്? കേസില്ലാന്ന് മാത്രമല്ല, കേസ് ഉണ്ടെന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുത്തവനെതിരായി ഞാൻ 1 കോടി രൂപയുടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുക. താങ്ക് യു സാർ.